ഇന്നത്തെ നമ്മളുടെ 6 മണിക്കുള്ള പ്രഭാതം കണ്ടോ? അടിപൊളിയായിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇന്ന് ഞാൻ ഇതിനു മുൻപ് കാണിച്ച പ്രഭാതത്തിൻ്റെ അത്ര ഒരു കളറ് ഇന്നത്തെ പ്രഭാതത്തിന് വന്നിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു കാഴ്ച നോക്കിയേ. പോലീസ് എക്സ്കോർട്ടോടുകൂടി വലിയ മലയിലേക്ക് ISRO ബസ്സുകൾ പോകുന്നതാണ് നമുക്ക് ഈ കാണുന്നത്. കണ്ടോ? ഇന്ന് പണിമുടക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ ബസ്സുകളും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നടക്കാൻ പോയിട്ട് വന്നപ്പോഴേക്കും ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. റോഡൊക്കെ നല്ല വിജനമായിട്ട് കിടക്കായിരുന്നു. അങ്ങനെ തുടർച്ചയായ 2ാമത്തെ അവധി ദിനം കൂടി. എനിക്കാണെങ്കിൽ ചായക്ക് നല്ല കടുപ്പം വേണം. USB എവിടെ ഇരിക്കുന്നത്? എന്നിട്ട് പിന്നെ കണ്ടില്ല എടുത്തില്ല എന്ന് പറയാം. നല്ല രസമുണ്ടായിരുന്നല്ലേ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച. അവരുടെ ഇതാ പല കമ്പനികളുടെ എല്ലാം കൂടെ ഒരുമിച്ച് പോലീസ് പ്രൊട്ടക്ഷനോടെ. പക്ഷേ ടെക്നോ പാർക്കിനെക്കാളും ISROയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. മറ്റത് അറിയത്തില്ല, കോമൺ ബാക്കിയുള്ള ഇത് പോകുന്നത് പോലെ തോന്നത്തുള്ളൂ. സമയം നോക്ക്, വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് പോയി എത്തി ഒന്ന് നോക്കാം എന്താണ് സംഭവിച്ചത്. അടി കിട്ടാനാ? അല്ല, എന്തൊക്കെയാണ് സംഭവിച്ചത്? കടകളൊക്കെ പക്ഷേ സാധാരണ ഇവിടെ ഇങ്ങനെ മീൻ വണ്ടിയൊക്കെ പോകുന്നതാണ് രാവിലെ. ഇന്നിപ്പോ മീൻ വണ്ടിയൊന്നും പോയിട്ടില്ല. അപ്പൊ അതിനർത്ഥം റോഡിലൊന്നും ആരും ഇല്ല എന്നാണ്. ചിക്കൻ ഉണ്ട്. അത് നല്ല പരിപാടി. നമ്മൾ അന്ന് സലൂ പ്ലസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ചിക്കൻ ഗ്രില്ല് ചെയ്തത്. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ചിക്കൻ, പക്ഷെ ചെറിയ പീസാണ്, അത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം അല്ലേ? കറിക്ക് വേണ്ടി വാങ്ങിയ പീസാണ്. എന്തായാലും ആ പീസ് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഗ്രില്ല് ചെയ്യാൻ പോകും. അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്യാൻ പോവേ, ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഹർത്താലും ഇതുപോലുള്ള അവധി ദിവസമൊക്കെയാണ് ആൾക്കാർ ആഘോഷമാക്കുന്നതെന്ന് തോന്നുന്നു. ചിക്കൻ കടയിൽ ചെന്നപ്പോൾ എന്തോ ഒരു തിരക്കാണ് ഇതെന്നറിയാവോ? ചോദിച്ചപ്പോൾ പറയാം 2 ദിവസം കണ്ടിന്യൂസ് അവധിയല്ലേ എന്ന്. ഉത്സവത്തിന് പോലും ഇത്രയും ആൾക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്നു. അവരങ്ങ് ആഘോഷിക്കുകയാണ്. ചില കടകളൊക്കെ തുറക്കുന്നുണ്ട്. ഈ മിൽമ ബൂത്തുകള്, അതുകൊണ്ട് കൊച്ചു കടകളൊക്കെ തുറക്കുന്നുണ്ട്. അത് മാത്രം തുറന്നിട്ട് എന്താ, ഒരു വീട്ടിലത്തേക്ക് എത്ര പാല് വാങ്ങിക്കും? അത് മാത്രം പറഞ്ഞ പേപ്പറും പാലി മുക്കി കഴിക്കും. പേപ്പർ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. പേപ്പർ വാങ്ങിക്കുക, ഒരു പാലും വാങ്ങിക്കുക, എന്നിട്ട് അതിൽ മുക്കി കഴിക്കാം. എന്തായാലും ഒരു വീട്ടിലുള്ള വീട്ടമ്മയ്ക്ക് അവധിയൊന്നുമില്ല അല്ലേ? അവർക്ക് പണിമുടക്കും ഇല്ല, അവധിയും ഇല്ല. ഇനി വെളിയിൽ പണിമുടക്കായാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, നമ്മളുടെ ജോലിയൊക്കെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ പണിമുടക്കി ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഇവരൊക്കെ വീട്ടില് അവധി ദിവസം ഇരുന്നാൽ പോലും ഇവരൊന്നും അങ്ങനൊന്നും ജോലിയൊന്നും ചെയ്യത്തില്ല. അതൊക്കെ നമ്മൾ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരും. വലിയ കാര്യമായി കാർ കഴുകുന്നതേ വലിയ കാര്യമാണ്, സംഭവം. അപ്പം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം.
ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കേണ്ട മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഇൻഷാല്ലാ സലു കിച്ചനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. മസാലയൊക്കെ പിടിക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയ ശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ ശേഷമേ പുറത്തെടുത്തിട്ട് ഇത് ഗ്രില്ല് ചെയ്യത്തുള്ളൂ. വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് റോഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ റോഡിൽ അധികം വണ്ടികളൊന്നുമില്ല, കുറച്ച് ബൈക്ക് യാത്രക്കാരും കുറച്ച് കാറുകൾ അവിടെ ഓടുന്നേ ഉള്ളൂ. പക്ഷേ കടകളെല്ലാം അടച്ചിരിക്കുകയാണ്. റോഡ് ശരിക്കും ഇങ്ങനെ വിജനമായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ. നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവർ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മാസം ഒരാൾക്ക് ഫ്രീ ആയിട്ട് 100 മണിക്കൂർ സൈക്കിൾ ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റമാണിത്. ഇത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു സംരംഭം ക്ലിക്കായില്ല. പക്ഷേ ഈ ഒരു കാഴ്ച കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു വിഷമം തോന്നുന്നുണ്ട്. ഈ സൈക്കിളിൻ്റെ അവസ്ഥ നോക്കിയേ. ഇതെവിടെ ഇരിക്കുന്നതെന്നറിയാവോ? ദേ ആ കാണുന്നതാണ് രാജവീതി. ഇത് ശരിക്കും നമ്മൾ കവടിയാർന്ന് വരുമ്പോഴേക്ക് ഗോൾഫ് ലിങ്ക്സിലേക്ക് തിരിയുമ്പോൾ തന്നെയാണ് ഈ നമ്മളുടെ റൈറ്റ് സൈഡിൽ ഈ സൈക്കിൾ ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. ഇത്രയും നല്ല സംരംഭമൊക്കെ ഉണ്ടായിട്ട് അത് ആരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. നമ്മുടെ ഈ രാജവീതി കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. കണ്ടോ, ഇന്നിപ്പോൾ പണിമുടക്കായതുകൊണ്ട് വണ്ടിയൊന്നുമില്ല. പെട്രോൾ പമ്പും ഇന്നിപ്പോൾ തുറന്നിട്ടില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. ഈ കാണുന്നതാണ് മൻമോഹൻ ബംഗ്ലാവ്. ഈ കാണുന്നത് ഇത്രയും രാജ്ഭവന്റെ കോമ്പൗണ്ടാണ്. ഇതാണ് രാജ്ഭവന്റെ എൻട്രൻസ്. വെള്ളയമ്പലത്ത് വിജനമായിരിക്കുന്ന ബസ് സ്റ്റോപ്പ്. ഇതുപോലുള്ള അവസരങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. പിന്നെ മിൽമ ബൂത്ത് തുറന്നിട്ടുണ്ട്. അവർക്ക് പിന്നെ ഹർത്താലൊന്നും ബാധകമല്ലല്ലോ. കാണുന്നതാണ് കവടിയാർ കൊട്ടാരത്തിന്റെ ഗേറ്റ്. പണിമുടക്കാണെങ്കിലും ഊബർ ഈറ്റ്സിന്റെ വണ്ടി പോകുന്നുണ്ട് കണ്ടോ.
കുടിക്കേണ്ട സമയമായപ്പോൾ ഉമ്മയുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചായയും ഉമ്മ കാച്ചിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചമ്മന്തിയും ഇത് കഴിക്കുകയാണ്. ഞാൻ നമ്മളുടെ ഗ്രിൽ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിക്കുള്ള ഞാനാണ് കേട്ടോ, ബ്രെഡ് നാനാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാം കുഴച്ച് വെച്ചിരുന്നു. അപ്പം ഞാൻ ഇത് പരത്തി ഞാൻ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മളുടെ ബ്രെഡ് നാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞങ്ങളിതേ ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ സലൂ പ്ലസിൻ്റെ ആദ്യത്തെ വ്ളോഗിൽ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളിൽ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം ഇന്നാണ് പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത്. ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്നിപ്പോൾ നമ്മൾ 4 പേരേ ഉള്ളൂ, സുൽത്താൻ വന്നിട്ടില്ല. സുൽത്താനെ ഞങ്ങളിത് ഗ്രില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. വന്ന് ഇതുപോലെയൊക്കെ നമ്മളുടെ കൂടെ കൂടാ. ആണോ? അപ്പൊ ഞാൻ ഇതിന്റെ ഒപ്പം കഴിക്കാനായിട്ട് ബ്രെഡ് നാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രെഡ് നാനും ഉണ്ടാക്കി, ഗാർലിക് സോസ്. റിസ്വാൻ ആ ഗാർലിക് സോസ് ഇങ്ങ് എടുത്തിട്ടാണ് ഉണ്ടാക്കി. റിസ്വാൻ നാരങ്ങ ഉള്ളതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല മഞ്ഞ്. ദേ ഞാൻ ഉണ്ടാക്കിയ ഗാർലിക് സോസാണ് കേട്ടോ. എന്ത് വേണോ പറയാം, പേസ്റ്റ് എന്നോ സോസ് എന്നോ. നല്ല തിക്കായിട്ടുള്ള ഗാർലിക് പേസ്റ്റ്. സൽമാൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ പറയുന്നു, നല്ല തിക്കായിട്ടുള്ള ഗാർലിക് പേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണമാണ്. ടെറസിലായതുകൊണ്ട് തന്നെ ഈ മണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അയൽപക്കത്തൊക്കെ എല്ലാവർക്കും നല്ല മണമായിരിക്കും അടിക്കുന്നത്. ഇപ്പോൾ മണി ഇത്രയും മണി ഇത്രയും ഇപ്പോൾ ദേ രാത്രി 9:15 ടൈം ആയിരിക്കുന്നത്. 2 ദിവസമായിട്ട് റെസ്റ്റ് ആണ് നമ്മൾ. 2 ദിവസം പണിമുടക്കായത് കാരണം ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും 2 ദിവസം അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. ചിക്കൻ കടയിലൊക്കെ എന്തോ ഉത്സവം മാതിരിയാണ് തിരക്ക്. കാരണം എന്താണെന്നറിയോ, 2 ദിവസം പണിമുടക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം. എന്തായാലും ഇത് ചിക്കൻ ഇവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് കാണിച്ചു തരാമേ. കണ്ടോ, ആയിട്ടില്ല, ഇനി റെഡിയാവാനുണ്ട്. റിസ്വാൻ കാണിച്ചിരിക്കുന്ന വേല നോക്കിയേ. ഇതിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണെന്ന്. ഇതിപ്പോ ഫ്ലേവർ കിട്ടാനല്ല, കരിയേ ചെയ്യത്തുള്ളൂ. പച്ചമാവിന്റെ ടേസ്റ്റ് ഇനി കഴിച്ചു നോക്ക്. എൻ്റെ ഇത് തന്നെ ഒരു വേറെ റെസിപ്പി ഉണ്ടാക്കാം. അതെ അതെ. കണ്ടോ, ശരിക്കും നല്ല ടേസ്റ്റ്. കണ്ടോ സ്മോക്ഡ് ചിക്കൻ. ചിക്കൻ അല്ല, എൻ്റെ പൊറോട്ട അല്ല, എന്താണ് ഇനി റെഡിയാവാനുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പ് കേട്ടോ. എന്ത് സൽമാനെ, തണുപ്പ് വരാൻ കാര്യം എന്തെന്ന് സൽമാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത്. എൻ്റെ നാളത്തെ സലൂ ടോക്കിലുണ്ട്, എനിക്ക് ഇന്ന് സംസാരിച്ച് കളയാൻ വയ്യത്. ഇന്ന് വലിയ കണ്ടുപിടുത്തമായിട്ട് സൽമാൻ രാവിലെ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇവിടെയൊക്കെ തണുപ്പ് വരാനുള്ള എന്തോ ഒരു കാരണം. കണ്ടുപിടുത്തമല്ല, പേപ്പറിൽ എന്നാണത്. ഇപ്പൊ എല്ലാവരും തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. ആരെടുത്ത് ചോദിച്ചാലും പറയും ബിസിയാണെന്നാണ് പറയുന്നത്. ഭർത്താവ് ബിസി, ഭാര്യ ബിസി, മക്കൾ ബിസി, എല്ലാവരും ബിസി. വളരെ
നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ആഹാരം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇവരെല്ലാവരും ആ ടേബിളിൽ വരണം, ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അല്ലാതെ ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ സൽമാനൊക്കെ ഡിലേ വന്നിട്ടില്ല. ഉണ്ടോ സൽമാനെ? വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കുന്ന അറിയാം. ആഹാരത്തിന് മുമ്പ് വേറൊന്നും കിട്ടും. ആഹാരത്തിന് മുൻപ് വേറെന്തെങ്കിലുമൊക്കെ കിട്ടും. നല്ല മണമാണേ, അടിപൊളി മണമാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ? മുകളിൽ നാരങ്ങയും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതെന്നിട്ട് ചൂടോടെ എടുത്തൊന്ന് കഴിക്കണം. വയറളവ് ചെറിയ പീസായതുകൊണ്ട് അത് റെഡിയായിരിക്കണം. കുറച്ച് മതി. ഗാർലിക് സോസ്, സൽമാൻ പറയുന്നത് ഗാർലിക് പേസ്റ്റ്. പാകത്തിനുള്ള പുളിപ്പ്, പാകത്തിനുള്ള ഉപ്പ്, അടിപൊളി ടേസ്റ്റ്. നമ്മുടെ ഈ നാട്ടിലൊക്കെ കിട്ടുന്ന ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അതിൽ നിന്നൊക്കെ കിടിലനാണ് കേട്ടോ ഇത്. സ്വന്തമായിട്ട് പോയെത്തുന്ന നല്ലതെന്ന് പറയണമല്ലോ നമ്മൾ സ്വന്തമായിട്ട്. ചിക്കനെ എങ്ങനെ ഞാൻ ഈ സോസും കൂട്ടിയിട്ട് ഇതൊന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടെ. ഇവരിപ്പോ പറയും ഞാൻ സ്വന്തമായിട്ട് പോയതൊന്നും. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാൻ പറയാം, എടുത്തോ. വലിയ പീസാ. ഇവിടെ റെഡിയായ ചിക്കനാണിത്. കണ്ടോ? എല്ലാം പാകത്തിന് റെഡിയായിട്ടുണ്ട്. ശരിക്ക് ഗാർലിക് പേസ്റ്റ് വെച്ച് കഴിക്കാനാണ് അടിപൊളി കേട്ടോ. ഇതിൽ കാണുമ്പോൾ ചിലപ്പോൾ ചപ്പാത്തി പോലെ ആയിരിക്കും ഇരിക്കുന്നത്. എന്തായാലും റെസ്റ്റോറൻറ്റ് അടച്ചു വെക്ക്. ഇത് ഇത്രയും ഞാൻ കഴിക്കും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇവരൊക്കെ വന്നിപ്പോൾ ഇതിൽ നിന്ന് എടുക്കും. നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു എപ്പിസോഡുമായി വരുന്നത് വരെ ബൈ.